dear students, good afternoon. How are you? നമ്മളിപ്പോൾ തേർഡ് ടേം സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പം വെക്കേഷനൊക്കെ എല്ലാവരും വെക്കേഷനും ന്യൂ ഇയറും ഒക്കെ എല്ലാവരും ആഘോഷിച്ചോ വീട്ടിലിരുന്ന്? ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക, നല്ലതുപോലെ പഠിക്കുക. ഇനിയും ക്ലാസ്സുകളൊക്കെ ഒരുപാട് വരും, അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ വീട്ടിലിരുന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ദ ന്യൂ ചാപ്റ്റർ അല്ലേ, 12th അൻമോൾ മിത്രത. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? അൻമോൾ മിത്രത. എന്താണ് ഈ അൻമോൾ മിത്രത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സൊക്കെ കാണൂല്ലേ? നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? നിങ്ങൾക്കും ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ അൻമോൾ മിത്രത എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മിത്രത एक अनमोल रत्न इस दुनिया में सबसे महत्वपूर्ण और सुंदर है. വളരെ എന്താ അഗാഢമായ സ്നേഹം അല്ലേ. കുട്ടിക്കാലത്തെ ഫ്രണ്ട്സിനെയൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കുഞ്ഞുനാൾ മുതലുള്ള സ്നേഹമാണ് നിഷ്കളങ്കമായ ഒരു സ്നേഹം അല്ലേ. നല്ല ഉറച്ചതായിരിക്കും. എങ്ങനെയുള്ള ദൃഢമായിട്ടുള്ളൊരു സ്നേഹമായിരിക്കും അല്ലേ. ആ ഒരു സ്നേഹത്തിൻ്റെ കഥയാണ് നമ്മുടെ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്നേഹം എന്തായിരിക്കും? വളരെ സത്യസന്ധമായിട്ടുള്ള സ്നേഹമായിരിക്കും അല്ലേ. വളരെ ഉറപ്പുള്ള, വളരെ ദൃഢമായിട്ടുള്ളൊരു സ്നേഹമായിരിക്കും. അപ്പോൾ എന്താ പറയുന്നത് നോക്കിയേ. വിശ്രാം, ശയന കക്ഷ, കുറച്ച് ന്യൂ വേർഡ്സ് ഉണ്ട്, നിങ്ങൾ നോക്കുക. കോപ്പി റൈറ്റിങ്ങിൽ എഴുതി മാഡത്തിന് സെൻഡ് ചെയ്ത് തരണം. 5 times തന്നെ എഴുതണം. എന്നോടൊപ്പം അത് നല്ലതുപോലെ വായിക്കുവാനും വേണ്ടി ശ്രമിക്കണം. വിശ്രാം, ശയന കക്ഷ, വസ്ത്ര, സിംഹാസൻ, ബ്രാഹ്മൺ, അതിഥി, മിത്രത, ദ്വാരപാൽ, വിവാഹിയോം, നിർധന്, ഹൃദയ, രക്ത, പാത്ര, മൃട്ടി, സ്വാദിഷ്ട. എന്തൊക്കെയാണ് വാക്കുകൾ? വിശ്രാം, ശയനകക്ഷ, വസ്ത്ര, സിംഹാസൻ, ബ്രാഹ്മണ, അതിഥി, മിത്രത, ദ്വാരപാൽ, വിവാഹിയോം, നിർധന്, ഹൃദയ, രക്ത, പാത്ര, മുട്ടി, സ്വാദിഷ്ട. ഇത്രയും നോവേഴ്സ് ആണുള്ളത്. മാഡം ബോർഡിൽ എഴുതി വായിക്കാം, നിങ്ങൾ അതിനോടൊപ്പം വായിക്കുകയും വേണം. ഓക്കെ, വിശ്രാം, വിശ്രാം, വിവാഹിയോ, വിവാഹിയോ, ശയനകക്ഷ. ശയനകക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറങ്ങുന്ന പ്ലേസ് ആണ് ശയനകക്ഷം എന്ന് പറയുന്നത്. ശയനകക്ഷ, നിർധന്, വസ്ത്ര, ഹൃദയ, ഹൃദയ, സിംഹാസൻ, സിംഹാസൻ, രക്ത, ബ്രാഹ്മണ, പാത്ര, ബ്രാഹ്മണ, പാത്ര. അതിഥി, അതിഥി, മിത്രത,
മുട്ടി, स्वादिष्ट द्वारपाल, द्वारपाल, स्वादिष्ट, അപ്പൊ ഇത്രയാണ് ന്യൂ വേർഡ്സ്. ഏതൊക്കെയാണ്? വിശ്രാം, വിവായിയോ. എങ്ങനെയാണ് വായിക്കുന്നത്? വിശ്രാം, വിശ്രാം എന്ന് വായിക്കണേ. അപ്പൊ ആയുടെ ദീർഘം കൂടി ഉണ്ടാവും. വിശ്രാം, വിശ്രാം, വിവായിയോ, ശയനകക്ഷ, നിർധന്, വസ്ത്ര, ഹൃദയ, സിംഹാസൻ, രക്ത, പാത്ര, ബ്രാഹ്മൺ, അതിഥി, മിത്രത, മുഠി, ദ്വാരപാല, സ്വാദിഷ്ട. അപ്പൊ ഇത്രയാണ് ന്യൂ വേർഡ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? 5 times എഴുതി പഠിക്കുക. വിശ്രാമം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്രമിക്കുക. विवाहिया means पैरों के एडियों और तलवों का फटना. കാലിൻ്റെ അടുത്ത് പോയിരുന്ന് നമ്മൾ തടവുന്നതിനെയാണ് ഇപ്പോൾ പറയുന്നത്. എന്താണ്? വിവാഹിയോ. ശയനകക്ഷ, ഉറങ്ങുന്ന പ്ലേസ് ആണ്. നിർദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാവപ്പെട്ടവർ അല്ലേ? വസ്ത്രം, വസ്ത്ര, വസ്ത്ര, ഹൃദയ, ഹൃദയം, സിംഹാസനം എന്താണ്? സിംഹാസൻ, രാജസിംഹാസനം. ഓക്കെ. രക്ത്, പാത്ര, പാത്ര എന്താണ്? പാത്ര ഒരംഗം എന്നൊക്കെ പറയത്തില്ലേ? അതിനാണ് പാത്രം എന്ന് പറയുന്നത്. അല്ലാതെ പാത്രമല്ല. ബ്രാഹ്മണ്, അതിഥി എന്ന് പറഞ്ഞ ഗസ്റ്റ്, മിത്രത, സുഹൃദ്ബന്ധം അല്ലേ? മിത്രത. മുഠി, ദ്വാരപാല, സ്വാദിഷ്ട, സ്വാദിഷ്ടമായ. അപ്പൊ വിശ്രമ, വിവായോ, ശയനകക്ഷ, നിർധന്, വസ്ത്ര, വസ്ത്ര, ഹൃദയ, സിംഹാസൻ, രക്ത, പാത്ര, ബ്രാഹ്മൺ, അതിഥി, മിത്രത, മുഠി, ദ്വാരപാല. ദ്വാരപാല എന്താണ്? ദ്വാരപാലകൻ അല്ലേ? കാവൽ നിൽക്കുന്ന പഠനയാണ് നമ്മൾ ദ്വാരപാലം എന്ന് പറയുന്നത്. സ്വാദിഷ്ട. ഇത്രയും ന്യൂ വേർഡ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ചാപ്റ്ററിൽ അൻമോൾ മിത്രത എന്ന് പറയുമ്പോൾ വളരെ ഗാഢമായൊരു സ്നേഹം അല്ലേ? നമ്മുടെ ചെറുപ്പകാലത്തുള്ള പിന്നെ സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് അത്രത്തോളം അടുപ്പം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിന്നെ സുഹൃത്തുക്കളെയൊക്കെ വലിയ ജോലിയൊക്കെ കിട്ടി താമസിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളെയൊക്കെ കണ്ടാൽ നിങ്ങൾ മറക്കരുത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ചാപ്റ്ററാണ് നമ്മുടെ അൻമോൾ മിത്രത. അപ്പോൾ അതിൽ ആരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയായിരിക്കും പറയുന്നത്? പിക്ചറിൽ തന്നെ ഉണ്ടല്ലേ. ആരുടെ ആയിരിക്കും? ശ്രീകൃഷ്ണൻ്റെയും കൂട്ടുകാരൻ, ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആരാ? കുചേലൻ. രണ്ട് സുഹൃത്തുക്കളുടെ ഒരു ചെറിയൊരു കഥയാണ്. അപ്പോൾ നോക്കിയേ, ശ്രീകൃഷ്ണ എങ്ങനെയാണ് വായിക്കുന്നത് നോക്കിയേ. ശ്രീകൃഷ്ണ सिंहासन पर बैठे हैं, मंत्री अपने अपने आसनों पर है, तभी द्वारपाल आता है. എങ്ങനെയാണ് വായിക്കുന്നത്? ശ്രീകൃഷ്ണ സിംഹാസൻ പർ ബൈഠേ ഹേ, സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ആരാണ്? ശ്രീകൃഷ്ണൻ അല്ലേ? ശ്രീകൃഷ്ണ സിംഹാസൻ പർ ബൈഠേ ഹേ, മന്ത്രി अपने अपने आसनों पर है, തഫി ദ്വാരപാൽ ആത്താ ഹേ. ആ സമയത്ത് ആരാണ് കടന്നു വരുന്നത്? ദ്വാരപാലൻ കടങ്ങുന്നു. ഭടൻ അല്ലേ? ഒറ്റവാക്കായിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഭടൻ അല്ലേ? സേനാധിപതി അല്ല, കാവൽ ഭടൻ എന്നൊക്കെ പറയത്തില്ലേ? അതുപോലെ മന്ത്രിമാരെന്ത് ചെയ്യാണ്? അപ്പനോ ആസനോപ്പർ ബൈഠേ ഹേ എന്ന് പറഞ്ഞാൽ അവരവരുടെ പ്ലേസിൽ ഒരു, നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ചിത്രങ്ങളിലൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു രാജകൊട്ടാരത്തിൽ അല്ലേ? രാജകൊട്ടാരത്തിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? സിംഹാസനത്തിൽ രാജാവിരിക്കും, പിന്നെ കുറേ കസേരകൾ കാണും. അവിടെയൊക്കെ ആരൊക്കെ ഇരിക്കുന്നത്? മന്ത്രിമാരൊക്കെ
ഇരിക്കുമായിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പാർലമെൻറ്റൊക്കെ കണ്ടിട്ടില്ലേ, മുഖ്യമന്ത്രി ഇരിക്കും, സ്പീക്കർ സെൻട്രലിൽ ആരാ സ്പീക്കർ ഇരിക്കും, പിന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ചുറ്റും ഫ്രണ്ടിലായിട്ട് ഇരിക്കും, കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ശ്രീകൃഷ്ണ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. സിംഹാസനത്തിൽ മറ്റ് മന്ത്രിമാരെല്ലാവരും അപ്പനെ ആസനോപ്പർ അവരവരുടെ കസേരകളിൽ അവരവരിയ്ക്കേണ്ട പ്ലേസിൽ ഇരിക്കുന്നുണ്ട്. പിന്നെന്താണ്, ആപ്കെ ദർശൻ തഫി ദ്വാരപാൽ ആത്താ ഹെ. ആ സമയത്താണ് ആരാണ് കയറി വരുന്നത്? ദ്വാരപാൽ കയറി വരികയാണ്. അപ്പോൾ ദ്വാരപാൽ എന്താണ് പറയുന്നത്? ജയ് ഹോ മഹാരാജ്, द्वार पर एक आदमी आया है और आपके दर्शन करना चाहते हैं. ദ്വാരപാൽ വന്നിട്ട് എന്താണ് പറയുന്നത്? ജയ് ഹോ, ജയിച്ചാലും മഹാരാജാവേ. ദ്വാർ പർ വാതിൽക്കൽ, ഏക് ആത്മി ഒരു ആള്, ഒരു വ്യക്തി. ആത്മി എന്ന് വെച്ചാൽ എന്താണ്? ആണുങ്ങളെ പറയുന്നതാണ് അല്ലേ? ആണുങ്ങളെ പറയുന്നതാണ് ആത്മി. സ്ത്രീകളാണെങ്കിൽ ഔര, ആത്മി ഔര. ഓക്കെ, ആത്മി വന്നിട്ടുണ്ട്. ആപ്കെ ദർശൻ കർണാ ചാഹത്താ ഹേ, താങ്കളെ കാണണമെന്നാണ് പറയുന്നത്. അപ്പൊ ശ്രീകൃഷ്ണൻ ചോദിക്കാം, കോൻ ഹേ വഹ, അത് ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദ്വാരപാൽ, മഹാരാജ് ഉസ്കാ ശരീർ ദുബലാ പതലാ ഹേ, കപ്പടെ ഫട്ടെ പുരാനെ ഹേ, ना सिर पर पगड़ी है, ना पैरों में जूते. ऐसा घबराया हुआ है कि लगता है पहली बार शहर में आया है. അപ്പോൾ രാജാവ് സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ രാജാവിൻ്റെ പക്കലേക്ക് ഓടി വന്ന് ദ്വാരപാലകൻ പറയുകയാണ്. എന്താ പറയുന്നേ? ഒരു വ്യക്തി, ഒരാൾ വന്നിട്ടുണ്ട് അങ്ങേ കാണുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ അദ്ദേഹത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. അതാരാണ്? ശ്രീകൃഷ്ണൻ ചോദിക്കുക. അതാരാണെന്ന് ശ്രീകൃഷ്ണൻ ചോദിക്കുന്ന സമയത്ത് ദ്വാരപാലവ് പറയുന്നത് എന്താണ്? മഹാരാജ് ഉസ്കാ ശരീർ ദുബലാ പതലാ ഹേ, മഹാരാജാവേ അദ്ദേഹത്തിൻ്റെ ശരീരം എന്താണ്? ദുബല പതല, വളരെ ക്ഷീണിതനാണ് അല്ലേ? ദുബല പതല, ഒരു കാര്യശേഷിയുമില്ലാതെ വളരെ ക്ഷീണിച്ച ഒരു വ്യക്തിയാണ്. ശ്രീകൃഷ്ണനോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങേ അന്വേഷിച്ച് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ, കപ്പടെ ക്ലോത്ത്സ് എങ്ങനെയുള്ളതാണ്? കപ്പടെ ഫട്ടെ പുരാനേ ഹേ, ഫട്ടെ പുരാനേ ഹേ, കീറി മുഷിഞ്ഞ വസ്ത്രമാണ്. നസിർ പർ പഗടി ഹേ, തലയിൽ എന്താണ്? തലപ്പാവില്ല. പിന്നെ പൈരോമേ ജൂത്തേ, കാലിൽ എന്തില്ല? ചെരുപ്പുകളില്ല. ऐसा घबराया हुआ है कि लगता है पहली बार शहर में आया है. ऐसा घबराया हुआ है कि, അങ്ങനെ എനിക്ക് തോന്നപ്പെടുന്നുണ്ട്. എനിക്ക് എന്താണ് തോന്നപ്പെടുന്നത്? പഹലി ബാർ ഷഹർ മേ ആയാ ഹേ, ആദ്യത്തെ തവണയാണ് ഈ ഷഹർ പട്ടണത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ മൂന്ന് പാസേജുകൾ, അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അല്ലേ? ഒന്നുകൂടി മേഡം വായിക്കാം, ശ്രദ്ധിച്ചിരിക്കുക. श्रीकृष्ण सिंहासन पर बैठे हैं, मंत्री अपने अपने आसनों पर, तभी द्वारपाल आता है. द्वारपाल, जय हो महाराज, द्वार पर एक आदमी आया है और आपके दर्शन करना चाहता है. श्री कृष्ण, कौन है वह? द्वारपाल, महाराज उसका शरीर दुबला पतला है, कपड़े फटे पुराने हैं, न सर पर पगड़ी है, न पैरों में जूते. ऐसा घबराया हुआ है कि लगता है पहली बार शहर में आया है. और बैलेंस पोर्शन നോക്കിയേ. ശ്രീകൃഷ്ണൻ, അപ്പോൾ ദ്വാരപാലകൻ ഇത്രയും വിവരിച്ചു വന്ന വ്യക്തിയെക്കുറിച്ച്. അപ്പോൾ ശ്രീകൃഷ്ണൻ ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത് നോക്കിയേ. ഉസ്കാ നാം പൂച്ച. അപ്പോൾ ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ശ്രീകൃഷ്ണൻ, ഉസ്കാ നാം പൂച്ച. നാം മീൻസ് നെയിം. അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചോ? അപ്പോൾ ദ്വാരപാലകൻ പറയുക. ശ്രീ द्वारपाल, जी हाँ महाराज, कोई सुदामा नाम का
ब्राह्मण है। श्री कृष्ण सुदामा जाओ द्वारपाल, उन्हें आदर से ले आओ। द्वारपाल सुदामा को लेकर आता है। श्री कृष्ण सिंहासन से उठते हैं तो सभा में बैठे लोग भी खड़े हो जाते हैं. എന്താണ് പറയുന്നത്? ദ്വാരപാല് ജി ഹാ, ഞാൻ ചോദിച്ചു മഹാരാജാവേ, കോയി സുദാമ, ഒരു സുദാമ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീകൃഷ്ണ. അപ്പോൾ അത് കേട്ടിട്ട് ശ്രീകൃഷ്ണൻ പറയാ, സുദാമ ജാവോ ദ്വാരപാൽ, ഉനെ ആദരസേ ലേ ആവോ, അദ്ദേഹത്തെ ആദരവോടുകൂടി കൊണ്ടുവരൂ, പോയി കൊണ്ടുവരൂ. അപ്പോൾ ശ്രീകൃഷ്ണ ഒന്നുകൂടി നോക്കിയേ, ശ്രീകൃഷ്ണ ഉസ്കാ നാം പൂച്ചാ. द्वारपाल जी हाँ महाराज, कोई सुदामा नाम का ब्राह्मण है. श्री कृष्ण सुदामा जाओ द्वारपाल, उन्हें आदर से ले आओ. ലേ ആവോ എന്ന് വെച്ചാൽ എന്താണ്? കൊണ്ടുവരുമോ. ലേ ജാവോ എന്ന് വെച്ചാൽ എന്താണ്? കൊണ്ടുപോകൂ. അപ്പോൾ ദ്വാരപാൽ എന്താണ് ചെയ്തത്? സുദാമാക്കോ ലേക്കർ ആത്താ ഹൈ, സുദാമയും കൂട്ടി വരികയാണ്. ശ്രീകൃഷ്ണ സിംഹാസൻ സേ ഉठते हैं तो सभा में बैठे लोग भी खड़े हो जाते हैं. അദ്ദേഹത്തെ കണ്ടുകൊണ്ട്, അല്ലേ, അപ്പം അത്രത്തോളം സ്നേഹമുള്ള ഒരു വ്യക്തി ആയിരിക്കണം ആ കയറി വരുന്നത്, അല്ലേ. അദ്ദേഹം ആ കയറി വരുന്ന കണ്ടുകൊണ്ട് ശ്രീകൃഷ്ണൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോഴോ ശ്രീകൃഷ്ണൻ എഴുന്നേറ്റാൽ അപ്പോൾ ബാക്കിയുള്ള മന്ത്രിമാരും എഴുന്നേക്കും. അപ്പോൾ ബാക്കിയുള്ള മന്ത്രിമാരും എഴുന്നേറ്റിട്ട് എന്താ ചെയ്യുന്നേ? ബാക്കിയുള്ള മന്ത്രിമാരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ബഹുമാന പുരസ്സരം, അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? സാറൊക്കെ കയറി വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റെസ്പെക്റ്റോട് കൂടി എഴുന്നേറ്റ് നിൽക്കും, അല്ലേ. നമ്മൾ ടീച്ചേഴ്സിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കത്തില്ലേ? അതുപോലെ വിനയപൂർവ്വം, അല്ലേ, എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ശ്രീകൃഷ്ണ आओ मित्र आओ, सुदामा के पास जाकर उसके गले लगते हैं. ഓടിപ്പോയി എന്താണ്? സുദാമയുടെ അടുത്ത് പോയി നിന്ന് കെട്ടിപ്പിടിക്കുകയാണ്. കഴുത്തിലൂടെ ഇങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കില്ലേ, അതിനാണ് പറയുന്നത് ഗലേ ലഗത്തെ ഹേ. ആവോ മിത്ര ആവോ, വന്നാലും കൂട്ടുകാരാ വന്നാലും. സുദാമ ശ്രീകൃഷ്ണ को छुड़ाते हुए मित्र तुम्हारे वस्त्र मैले हो जाएंगे. സുദാമ ആ സമയത്ത് അദ്ദേഹത്തെ അകറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ്, അദ്ദേഹം വേണ്ട, എന്താണ്? തുമാരെ വസ്ത്ര, താങ്കളുടെ വസ്ത്രം എന്തായിത്തീരും? അഴുക്കായി മാറും, അല്ലേ. ശ്രീകൃഷ്ണ तो क्या हुआ, तुमसे मिलकर कितनी शांति मिली है. अरे कोई है, अतिथि के लिए जल लाओ. आओ मित्र बैठो, सुदामा को सिंहासन की ओर ले जाते हैं. ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്യുന്നത് ആ സമയത്ത്? तो क्या हुआ, അതിനെന്താ? तुमसे मिलकर कितनी शांति मिली है. तुमसे मिलकर कितनी शांति मिली है എന്ന് ചോദിച്ചാൽ അങ്ങേ കണ്ടിട്ട്, അല്ലേ, തന്നെ കണ്ടിട്ട്, നിന്നെ കണ്ടിട്ട് എനിക്ക് അത്രത്തോളം സന്തോഷമുണ്ട്, അല്ലേ. അരെ കോയി ഹേ, അരെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അതിഥി കെലിയെ, ഈ അതിഥിക്ക് വേണ്ടി ജലിലാവോ, വെള്ളം കൊണ്ടുവരൂ. ആവോ മിത്ര ബൈഠോ, വരൂ കൂട്ടുകാരാ ഇവിടെ വന്ന് ഇരുന്നാലും. സുദാമാക്കോ സിംഹാസൻ കി ഓർ ലേ ജാത്തെ ഹേ. സുദാമയെ എവിടേക്ക് കൊണ്ടുപോവാണ്? സിംഹാസനത്തിൻ്റെ സമീപത്തേക്ക് കൊണ്ടുപോവുകയാണ്. സുദാമ ഡർത്തെ ഡർത്തെ, യഹ് ക്യാ കർ രഹേ ഹോ, യഹ് ദ്വാരിക കാ സിംഹാസൻ ഹേ, ഇസ് पर तो कोई राजा ही बैठ सकता है. तुम सिंहासन पर बैठो मित्र, मेरा आसन तो. ഞാൻ എന്ത് ചെയ്യും? ഇതെന്താണ്? പേടിച്ചിരിക്കുകയാണ്, അല്ലേ. സുദാമ പേടിച്ചിരിക്കുകയാണ്. അദ്ദേഹം ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ വലിയൊരു ഭഗവാൻ, എല്ലാം ഉള്ള ഒരു ഭഗവാനാണ്. ഞാൻ എന്താണ്? വെറും പാവപ്പെട്ടവൻ, അല്ലേ. ഞങ്ങൾ പേടിച്ച് അദ്ദേഹത്തിനോട് പറയുകയാണ്, മഹാരാജ് ദ്വാരികയിലെ സിംഹാസനത്തിൽ അങ്ങ് ഇരുന്നാലും ഞാൻ എവിടെ ഇരിക്കാം? ഈ താഴെ എവിടെയെങ്കിലും ഇരിക്കാം. അങ്ങാണ് അങ്ങ് രാജാവാണ്, അങ്ങ് സിംഹാസനത്തിൽ ഇരുന്നാലും ഞാൻ താഴെ ഇവിടെ ഇരുന്നോളാം. ശ്രീകൃഷ്ണ തുമാര ആസൻ तो मेरा हृदय है, परंतु अभी यह सिंहासन पर बैठो. अपने हाथ से सिंहासन पर बैठाता है. അദ്ദേഹത്തെ ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്യുന്നത്? അങ്ങ് ഇരിക്കുന്നത് എവിടെയാണ്? അങ്ങ് എവിടെയാണ് ഇരിക്കുന്നത്? എൻ്റെ ഹൃദയത്തിലാണ്. അപ്പോൾ പരന്തു, അപ്പോൾ താങ്കൾ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കൂ, അല്ലേ. എൻ്റെ ഹൃദയത്തിൽ ഒരാളുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ ഒരു സുഹൃത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുറത്ത് നിർത്തുമോ? അപ്പോൾ കോവിഡ് കാലം ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ
സംസാരിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കൂട്ടുകാരാണെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ അകത്ത് കൊണ്ടുപോയി കഴിക്കാനൊക്കെ കൊടുക്കും അല്ലേ. അതുപോലെയാണ് ശ്രീകൃഷ്ണൻ സുദാമയോട് പെരുമാറിയത്. എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയേ. അദ്ദേഹം അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങ് എവിടെയാണ് ഇരിക്കുന്നത്? എൻ്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ സിംഹാസനത്തിൽ ഇരിക്കേണ്ട അവകാശവും അങ്ങേക്കുണ്ട്. അങ്ങ് അവിടെ കയറി ഇരുന്നാലും. ശ്രീകൃഷ്ണൻ പിന്നെ എന്താണ് പറയുന്നത്? മിത്ര ഇത്രയും വർഷം കഹാ രഹേ, ഇത്രയും വർഷമായിട്ട് അങ്ങ് എവിടെയാണ് താമസിച്ചത്? സുദാമ ചുപ്പ് ഹേ, സുദാമ എന്താണ് മിണ്ടാതെ ഇരിക്കുക. ശ്രീകൃഷ്ണ ഉസ്കെ പൈരോങ്കി ഓർ ദേഖ്കർ ചൗക്തേ ഹേ, ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്രീകൃഷ്ണ ആഹാ തുമാരെ പൈരോമേ തോ കാട്ടേ ചുഫേ ഹേ, ബിവായിയോം സെ രക്ത ബഹ് രഹാ ഹേ, രക്താ ഹേ അനേക ദിൻ പൈദൽ ചൽക്കർ ആയേ ഹോ. അങ്ങയുടെ കാലിൽ എന്താണ് മുറിവൊക്കെ ഉണ്ടല്ലേ? മുറിവൊക്കെ ഉണ്ട്. അങ്ങെന്താണ് ഇത്രയും ദിവസമായിട്ട് നടന്നു വരികയാണോ? അങ്ങയുടെ കാലിൽ എന്താണ് മുറിവുകളൊക്കെ ഉണ്ട്. കാലൊക്കെ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്. കാലിലൊക്കെ തടവിക്കൊണ്ട് പറയുകയാണ് എന്താണ്, അങ്ങയുടെ കാലിലെ ഈ മുറിവുകൾ അല്ലേ, അങ്ങയുടെ കാലിലെ ഈ മുറിവുകൾ കണ്ടാൽ എനിക്കറിയാൻ സാധിക്കും അങ്ങ് കുറേ ദിവസമായി ഇങ്ങനെ നടന്നലഞ്ഞ് വരികയാണെന്ന്. സേവകയ്ക്ക് പാത്രമേ ജൽ ലേക്കർ ആത്താ ഹേ, സേവക് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരുന്നു. സുദാമ ഹേ റാം തും കൈസി ബാത്തേ കർ രഹേ ഹോ, മുझे तो पैदल चलने की आदत है, मैं तुमसे अपने पैर दुलवाऊं. ഇപ്പോൾ കാലിലേക്ക് എന്താണ് വെള്ളം ഒഴിച്ച് കഴുകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്, അങ്ങ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എനിക്കെന്താണ് അങ്ങയുടെ പാദസേവ ചെയ്യുവാനാണ് അവകാശമുള്ളൂ. അങ്ങ് ഒരിക്കലും എനിക്ക് വേണ്ടി ചെയ്തു തരരുത്. കാരണം എന്താണ് സുദാമ പറയുന്നതിൻ്റെ കാരണം അദ്ദേഹം വളരെ ദരിദ്രനാണ്. പക്ഷേ ശ്രീകൃഷ്ണൻ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നല്ല സ്റ്റോറി അല്ലേ? ഓക്കെ. ശ്രീകൃഷ്ണൻ इसमें क्या बुराई है, तुम मेरे पुराने मित्र हो, आज तो അതിഥി ഫി ഹോ. ശ്രീകൃഷ്ണൻ പറയാണ് അതിലെന്താണ് തെറ്റിരിക്കുന്നത്? അങ്ങ് എൻ്റെ ഏറ്റവും പഴയ ഒരു സുഹൃത്താണ്. ആജ് തോ അതിഥി ഫി ഹോ, ഇന്ന് അങ്ങ് എൻ്റെ ഒരു ഗസ്റ്റാണ്. അതിഥി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗസ്റ്റ്. പരാത്മേ പാർ രേഖർ ധീരെ ധീരെ ധോത്തേ ജാത്തേ ഹേ, കാലുകൾ എടുത്തു വെച്ചുകൊണ്ട് പാത്രത്തിലേക്ക് എടുത്തു വെച്ച് അദ്ദേഹത്തിൻ്റെ കാലുകൾ കഴുകി കൊടുക്കുകയാണ്. ഉൻകി ആകം സെ ആംസൂപ്പി ബഹരഹേ ഹേ, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ഓക്കെ. അപ്പം മാഡം ഒന്നുകൂടി വായിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാഡത്തിനോട് ചോദിക്കണം. अनमोल मित्रता। श्री कृष्ण सिंहासन पर बैठे हैं, मंत्री अपने अपने आसनों पर हैं, तभी द्वारपाल आता है। द्वारपाल, जय हो महाराज, द्वार पर एक आदमी आया है और आपकी दर्शन करना चाहता है। श्री कृष्ण, कौन है वह? द्वारपाल, महाराज, उसका शरीर दुबला पतला है, कपड़े फटे पुराने हैं, न सिर पर पगड़ी है, न पैरों में जूते, ऐसा घबराया हुआ है कि लगता है पहली बार शहर में आया है. ആദ്യമായിട്ടാണ് പട്ടണത്തിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ? ശ്രീകൃഷ്ണനെ തിരക്കി സുദാമ ചെല്ലുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ നാടകരൂപേണ കൊടുത്തിരിക്കുന്നത്. ആ കഥയാണ്. അപ്പോൾ അടുത്ത പേജ് നമ്പർ 74 നോക്കിയേ. ശ്രീകൃഷ്ണൻ ചോദിക്കുകയാണ്, ഉസ്കാ നാം പൂച്ചാ, അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചോ? द्वारपाल, जी हाँ महाराज, कोई सुदामा नाम का ब्राह्मण है. श्रीकृष्ण, सुदामा जाओ, द्वारपाल उन्हें आदर से ले आओ. द्वारपाल सुदामा को लेकर आता है. श्री कृष्ण सिंहासन से उठते हैं तो सभा में बैठे लोग भी खड़े हो जाते हैं. श्री कृष्ण, आओ मित्र आओ. सुदामा के पास जाकर उसके गले लगते हैं. सुदामा, श्री कृष्ण को छुड़ाते हुए, मित्र तुम्हारे वस्त्र मैले हो जाएंगे. श्री कृष्ण, तो क्या हुआ, तुमसे मिलकर कितनी शांति मिली है. अरे कोई है, अतिथि के लिए जल लाओ. आओ मित्र बैठो.
सुदामा को सिंहासन की ओर ले जाते हैं। सुदामा डरते डरते यह क्या कर रहे हो? यह द्वारिका का सिंहासन है, इस पर तो कोई राजा ही बैठ सकते हैं। तुम सिंहासन पर बैठो मित्र, मेरा आसन तो। श्री कृष्ण तुम्हारा आसन तो मेरा हृदय है, परंतु अभी एक इस सिंहासन पर बैठो। अपने हाथ से सिंहासन पर बैठाते हैं श्री कृष्ण। मित्र इतने वर्ष कहाँ रहे? सुदामा चुप है। श्री कृष्ण उसके पैरों की ओर देखकर चौंकते हैं। श्री कृष्ण, आहा, तुम्हारे पैरों में तो कांटे चुके हैं, बीमारियों से रक्त बह रहा है, लगता है अनेक दिन पैदल चलकर आए हो। सेवक एक पात्र में जल लेकर आता है। सुदामा, हे राम, तुम कैसी बातें कर रहे हो? मुझे तो पैदल चलने की आदत है, मैं तुमसे अपने पैर धुलवाऊं। श्री कृष्ण, इसमें को क्या बुराई है? तुम मेरे पुराने मित्र हो, आज तो अतिथि भी हो। परात में पैर रखकर धीरे धीरे धोते जाते हैं। उनकी आंखों से आंसू भी बह रहे हैं। ओके चिल्ड्रन, ബാലൻസ് പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് കുറച്ച് മീനിങ്സ് നോക്കാം. शयन कक्ष, शयन कक्ष, शयन कक्ष, सोने का कमरा, ഉറങ്ങുന്ന പ്ലേസ്. നമ്മൾ ബെഡ്റൂം എന്ന് പറയത്തില്ലേ, അതിനെയാണ് ശയന കക്ഷ എന്ന് പറയുന്നത്. അതിഥി, मेहमान, निर्धन, निर्धन, गरीब, പാവപ്പെട്ടവൻ. ധനമില്ലാത്ത അവസ്ഥയാണ് നിർധനൻ എന്ന് പറയുന്നത്. जिसके पास धन हो, धन न हो. ഓക്കെ, അപ്പൊ നോക്കിയേ, ശയന കക്ഷ എന്ന് പറഞ്ഞാൽ ശയന കക്ഷ വേർഡ് ഏതാണ്? ശയന കക്ഷ. സോനെ കാ കമര, സോനെ കാ കമര. അതിഥി മേഹമാൻ, അതിഥി മേഹമാൻ. നെക്സ്റ്റ് നിർധന് ഗരീബ്, നിർധൻ എന്ന് പറഞ്ഞാൽ ഗരീബ്. ജിസ്കെ പാസ് ധൻ ന ഹോ, ആരുടെ പക്കലാണോ പണം ഇല്ലാത്തത്, ധനമില്ലാത്തതാണ്, അവരെയാണ് എന്ത് പറയുന്നത്? നമ്മൾ നിർധൻ എന്ന് പറയുന്നത്. ഒറ്റ വാക്ക് എന്താണ്? ഗരീബ്. ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? അമീർ. ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? അമീർ. ഗരീബിന്റെ ഓപ്പോസിറ്റ് വേർഡ് അമീർ, ധനമുള്ളവർ. അതിനെയാണ് അമീർ എന്ന് പറയുന്നത്. ഗരീബ്, അമീർ ഓപ്പോസിറ്റ്. അപ്പൊ തീർത്ഥന്റെ മീനിങ്സ് എന്താണ്? ഗരീബ്, ഗരീബ്. ജിസ്കെ പാസ് ധൻ ന ഹോ, ജിസ്കെ പാസ് ധൻ ന ഹോ, അതിനെയാണ് നമ്മൾ നിർധൻ എന്ന് പറയുന്നത്. അതിഥി എന്ന് പറഞ്ഞാൽ മേഹമാൻ,
ഹസ്തി മേഘമാൽ. ശയനകക്ഷം എന്ന് പറഞ്ഞാൽ സോനേക കമര, ഉറങ്ങുന്ന പ്ലേസ് ആണ് സോനേക കമര. സോന എന്ന് വെച്ചാൽ എന്താണ്? ഉറങ്ങുന്ന മുറി, ഉറങ്ങുന്ന മുറി. കമര എന്ന് വെച്ചാൽ റൂമാണ്, ബെഡ്റൂം എന്നൊക്കെ പറയത്തില്ലേ, അതിനെയാണ് ശയനകക്ഷം എന്ന് പറയുന്നത്. ശയനകക്ഷ് സോനേക കമര ഹസ്തി മേഘമാൽ നിർധന് ഗരീബ് ജിസ്കെ പാസ് അന്ന ഹോ. അമീർ എന്താണ്? ഓപ്പോസിറ്റ് വേർഡ് അമീർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മീനിങ്സ് പഠിക്കുക, ഇന്ന് തന്നെ എഴുതി പഠിക്കുക, വേണമെന്ന് എഴുതി സെൻഡ് ചെയ്ത് തരികയും വേണം. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആൻസർ കൂടി പറയാം. ഏതൊക്കെയാണ്? ദ്വാരപാൽ മേ കിസ്കെ ആനെ കി സൂചന ശ്രീകൃഷ്ണ കോ ദി. ആര് വരുന്നെന്നുള്ള സൂചനയാണ് അദ്ദേഹം കൊടുത്തത് ദ്വാരപാല്. ദ്വാരപാലിനെ കിസ്കെ ആനെ കി, സുദാമ ആനെ കി സൂചന ശ്രീകൃഷ്ണ കോ ഥി. അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ്വാരപാലിനെ കിസ്കെ ആനെ കി സൂചന ശ്രീകൃഷ്ണ കോ ഥി. അല്ലെങ്കിൽ ഏക ആദ്മി എന്നായാലും മതി, കുഴപ്പമില്ല. ദ്വാരപാലിനെ കിസ്കെ ആനെ കി, ഏക ആദ്മി ആനെ കി സൂചന द्वारपाल ने एक आदमी आने की सूचना श्री कृष्ण को दी. श्री कृष्ण को दी. അപ്പോൾ ദ്വാരപാലകൻ ആര് വന്നെന്നുള്ള സൂചനയാണ് ശ്രീകൃഷ്ണന് കൊടുത്തെന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ദ്വാരപാലകൻ കൊടുത്തത്? ഒരു വ്യക്തി, പുറത്തൊരു വ്യക്തി, ഒരു വ്യക്തി വന്നു എന്നുള്ളൊരു സൂചനയാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? ശ്രീകൃഷ്ണന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കുക, മീനിങ്സും ഒരു ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട് വേണം അതും പഠിക്കുക. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ആൻസർ നല്ലതുപോലെ പഠിച്ചതിന് ശേഷം മാഡത്തിന് എഴുതി സെൻഡ് ചെയ്ത് തരികയും വേണം. ഓക്കെ ചിൽഡ്രൻ, വൈൻഡ് അപ്പ് ദ ക്ലാസ്. സീ യു ടുമോറോ.